സാംസങ്ങിൻ്റെ S25 സീരീസ് ലോഞ്ച് ആയിട്ടുണ്ട്. S25, S25 പ്ലസ്, അതുപോലെ തന്നെ S25 അൾട്ര, ഈ 3 ഫോണുകളാണ് ലോഞ്ച് ആയിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ S25 അൾട്രനെ പറ്റി അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. S25 അൾട്രയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ്റെ കാര്യത്തിൽ മേജർ ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. വേറെ ഒന്നുമില്ല, സാംസങ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ അൾട്ര സീരീസ് വരുമ്പോഴത്തേക്കും എല്ലാ വർഷവും സ്ക്രീനിൻ്റെ സൈസ് ഒരു പൊടിക്കങ്ങ് വലുതാക്കും. പിന്നെ ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ തലേ വർഷം ഇറങ്ങിയ ഫോൺ മൊത്തത്തിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫോണാണ്. അതായത് റൗണ്ടഡ് എഡ്ജസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മൊത്തത്തിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫോണാണ്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഇറക്കുമ്പം ആ സ്ക്വയർ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റൗണ്ട് ആക്കും. ഫോണിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് കുറച്ച് കെർവ്ഡ് ആക്കി എടുക്കും. അതായത് ഡിസ്പ്ലേ അല്ല, ഫോണിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഒന്ന് കെർവ് ആക്കിയിട്ട് അങ്ങനത്തെ ഒരു ഡിസൈനിൽ ഫോൺ ഇറക്കും. എന്നിട്ട് അവർ പറയുന്ന വേറൊന്നുമില്ല, കുറച്ച് ഹാൻഡി ആക്കിയിട്ടുണ്ട് ഫോൺ, അതുപോലെ തന്നെ പിടിക്കാനായിട്ട് കുറച്ചൊരു കംഫർട്ട് ആയിട്ടുണ്ടെന്ന് അവർ പറയും. എന്നിട്ട് ഇതിന്റെ അടുത്ത വർഷം ഫോൺ ഇറക്കുമ്പോൾ ഇത്തവണ ചെയ്ത ഈ റൗണ്ടഡ് ആക്കിയ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെയും സ്ക്വയർ ആക്കും, പിന്നെയും മൊത്തത്തിൽ ഫ്ലാറ്റ് ആക്കി എടുക്കും. അതിന്റെ അടുത്ത വർഷം ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനം മാറ്റിയിട്ട് പിന്നെയും കുറച്ച് കെർവ് ആക്കിയിട്ട് ഫോൺ ഇറക്കും. ഇതാണ് സാംസങ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാംസങ് മാത്രമല്ല, നമ്മുടെ ഐഫോണും ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ്. ഐഫോൺ എനിക്ക് തോന്നുന്ന iPhone 10 തൊട്ടിട്ടാണോ 11 തൊട്ടിട്ടാണോ സെയിം ഡിസൈനാണ് ഇപ്പം ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ iPhone 16 വരെയുള്ളത്. മേജറായിട്ട് പ്രോ സീരീസ് ഒരു മാറ്റവും. അതായത് ക്യാമറ 3 ഉള്ളതുകൊണ്ട് അവർക്ക് ക്യാമറ അങ്ങോട്ടോട്ട് മാറ്റി വെക്കാനുള്ള ഒരു പരിപാടി കിട്ടുന്നില്ല. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ആപ്പിളിന്റെ ഏത് ഫോൺ ഇറങ്ങിയാലും നമ്മൾ അതിന്റെ അടിയിൽ ട്രോളുമായിട്ട് വരും. വേറെ ഒന്നുമല്ല, സെയിം ഡിസൈനാണ്, ആപ്പിളിനകത്ത് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ട്രോളാറുണ്ട്. പക്ഷേ ഐഫോണിന് കിട്ടുന്ന പോലെ സാംസങ്ങിന് അത്ര കണ്ട് ട്രോളും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആപ്പിളും സാംസങ്ങും ചെയ്യുന്ന പരിപാടി സെയിം ആണ്. ഡിസൈനിൽ മേജറായിട്ട് ഒരു മാറ്റവും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്, പക്ഷേ ബാക്ക് സൈഡ് കുറച്ചുകൂടെ കർവ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാംസങ് പറയുന്നത് ഇത് പിടിക്കാനായിട്ട് കുറച്ചുകൂടി കംഫർട്ട് ആണെന്നാണ് സാംസങ് പറയുന്നത്. അത് മാത്രമാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള മാറ്റം. പിന്നെ ഒരു മാറ്റമുള്ളത് ഇതിൻ്റെ ക്യാമറ ബമ്പുകളുണ്ടല്ലോ, ബാക്ക് സൈഡിലെ ക്യാമറയുടെ ഡിസൈൻ വരുന്നുണ്ടല്ലോ, അവിടെ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്യാമറയിൽ മാറ്റം ഉള്ളതുകൊണ്ടായിരിക്കുന്നു, പക്ഷെ അതല്ല. ക്യാമറയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അത് നമുക്ക് ക്യാമറയുടെ കാര്യം പറയുമ്പോൾ പറയാം. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ S24 വന്നിരുന്നത് 6.8 ഇഞ്ച് വരുന്ന അമലോഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. S25 വരുമ്പോഴത്തേക്കും ചെറിയൊരു മാറ്റമുണ്ട്. 6.9 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. വേറെ ഒന്നുമല്ല, ബെസൽസ് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ഏകദേശം 15% ബെസൽസ് ചെറുതാക്കിയിട്ട് ഡിസ്പ്ലേയുടെ സൈസ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഫോണിന്റെ സൈസ് മാറിയിട്ടില്ലെങ്കിലും ഡിസ്പ്ലേയുടെ സൈസ് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് മേജറായിട്ട് ഡിസ്പ്ലേക്കുള്ള മാറ്റം. 120 ഹെർട്സിന്റെ അമലോഡ് ഡിസ്പ്ലേ ആണ് S24 അൾട്രയ്ക്കകത്ത് വരുന്നത്. ഇതിനകത്തും സെയിം ഡിസ്പ്ലേ ആണ്. അതുപോലെ ബ്രൈറ്റ്നസ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. എനിക്കറിയില്ല, ഒരു അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ കുറച്ച് ബ്രൈറ്റ്നസ് എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ഫോണിലും കാണുന്നത് ഒരു ചുമ്മാതെ പറയുവാണെങ്കിലും പീക്ക് ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 3000, 4000, 5000, 6000 ഒക്കെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയെങ്കിലും ഒരു പരസ്യം കൊടുക്കാറുണ്ട്. ഇവരതുപോലുമില്ല, ഒരു സാധനം പോലും. S24 അൾട്രയ്ക്കകത്തുനിന്ന് ഒരു മാറ്റവും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിനകത്ത് വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 6.8 എന്നുള്ളത് 6.9 ആക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു മാറ്റവും ഡിസ്പ്ലേക്കകത്തില്ല. എനിക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ്ങിന്റെ S24 അൾട്രയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം. നമ്മളിപ്പോൾ വെയിലത്തൊക്കെ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ഏത് ഫോൺ യൂസ് ചെയ്താലും അതിനകത്ത് വെയിൽ ഡിസ്പ്ലേയിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിലോട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ S24 അൾട്രയ്ക്കകത്ത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വെയിലത്ത് യൂസ് ചെയ്താലും നമുക്ക് കണ്ണിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ S24 അൾട്രയ്ക്കകത്തും ഈ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് വരുന്നുണ്ട്. അതിന്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വേർഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി ഫോണിന്റെ ബാറ്ററി നോക്കാനാണെന്നുണ്ടെങ്കിൽ S24 അൾട്രയ്ക്കകത്ത് വന്നിരുന്നത് 5000 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നത്. സെയിം S24 അൾട്രയായിട്ട് വരുമ്പോഴും 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും. എനിക്കറിയാൻ പാടില്ലാത്ത വേറെ ഒന്നുമില്ല, S20 സീരീസ് ഉണ്ടല്ലോ, അതായത് 5 വർഷം മുമ്പ് ഇറങ്ങിയ S20 സീരീസ്, ആ S20 സീരീസിനകത്ത് ഇത് സെയിം ആയിരുന്നു. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും. ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിനകത്തും മിനിമം 6000, 6250, 6500 ഒക്കെയാണ് ബാറ്ററി വരുന്നത്. ഇപ്പൊ റിയൽമിയുടെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന ഫോണിനകത്ത് 7000 mAh ആണ് ബാറ്ററി വരുന്നത്. അത് വേറെ ഒന്നും ഉള്ളതുകൊണ്ടല്ല, ഇപ്പോഴത്തെ പുതിയ ഫോണുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് പുതിയ ബാറ്ററി ടെക്നോളജിയാണ്. അതായത് സിലിക്കൺ കാർബൈഡ് ബാറ്ററിയാണ് എല്ലാ ഫോണിനകത്തും വരുന്നത്. ആ ബാറ്ററിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിന് ചെറിയൊരു സ്പേസ് മതി, പക്ഷേ വലിയ mAh ഉള്ള ബാറ്ററി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെറിയ സ്ലിം ആയിട്ടുള്ള ഫോണിനകത്ത് വരെ നമുക്കിനി 6000 അല്ലെങ്കിൽ 6500 mAh ബാറ്ററിയെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം എല്ലാ ഫോണിനകത്തും അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് നിങ്ങൾ S24 അൾട്ര യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. S24 അൾട്രയുടെ ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ബാറ്ററി ലൈഫാണ്. വേറെ ഒന്നുമില്ല, 5000 mAh എന്ന് പറയുന്നത് ഇത്ര നല്ല പ്രോസസറും ഇത്ര നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് 5000 mAh ബാറ്ററി പോരാ. ഇനി പോട്ടെ, ബാറ്ററി ലൈഫ് കൂട്ടിയില്ലെങ്കിൽ വേണ്ട, ആ ചാർജിങ് സ്പീഡെങ്കിലും കൂട്ടാൻ പാടില്ലായിരുന്നോ? 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, അതായത് S20 കൊടുത്തിരുന്ന 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഇപ്പം S25 അവർ തരുന്നത്. iQOO Z9X ഏകദേശം വില വരുന്നത് 12,000-നും 13,000-നും ഇടയ്ക്കാണ്. അതുപോലെ തന്നെ പോക്കോയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിരിക്കുന്ന M7 Pro, ആ ഫോണിനും ഏകദേശം 12,000-13,000 പ്രൈസ് വരുന്നത്. ഈ ഫോണിനകത്തൊക്കെ വരുന്നത് 45 വാട്ടിന്റെ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജേഴ്സ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്,
12,000-13,000 ഫോണിനകത്തൊക്കെ ഇപ്പോൾ വരുന്നത് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ആ സമയത്താണ് 1,30,000 കൊടുത്ത് നമുക്ക് വാങ്ങുന്ന ഫോണിനകത്തും സെയിം 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, സെയിം പ്രോസസ്സറൊക്കെ ആയിട്ട് വരുന്ന OnePlusന്റെ 13 അതുപോലെ തന്നെ iQന്റെ 13 ആ ഫോണിനകത്തൊക്കെ 100 വാട്ടിന്റെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറൊക്കെയാണ് വരുന്നത്. ആ സെയിം അതും പ്രൈസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി വില അതിന് വരുന്നുള്ളൂ. ആ സ്ഥാനത്താണ് ഇതിനകത്ത് ഇപ്പോഴും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. ബാറ്ററിയുടെ കാര്യത്തിലോ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കാര്യത്തിലോ ഈ 5 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ. അതുപോലെ തന്നെ IP റേറ്റിംഗ് നോക്കാനാണെന്നുണ്ടെങ്കിലും S24 അൾട്രയ്ക്കകത്ത് IP68 ആണ് വന്നിരുന്നത്. സെയിം S24 അൾട്ര വന്നപ്പോഴും IP68 ആണ്. ഇപ്പോഴത്തെ കാലത്ത് 20,000-നും 30,000-നും ഇടയ്ക്കുള്ള ഫോണിനകത്ത് വരെ IP69 കൊടുത്തു തുടങ്ങി. പക്ഷേ സാംസങ് ഇപ്പോഴും തലേ വർഷത്തെ IP68 തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൽ വരുന്ന ചിപ്സെറ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 8 Elite എന്നൊരു ചിപ്സെറ്റ് ആണ് വരുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ആ ചിപ്സെറ്റ് തന്നെയാണെന്ന് പറയാം. പക്ഷെ അതുമാത്രമല്ല, ഈ 8 Elite എന്ന് പറയുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിൽ വേറെ ലെവലാണ്. അതായത് ഇന്നുള്ള ആൻഡ്രോയിഡ് ഫോണുകളിലെ ഏറ്റവും മികച്ച പ്രോസറാണ്. എത്ര ഹൈ ഗ്രാഫിക്സ് ഉള്ള സംഭവം നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. ഈ 8 Eliteന്റെ പ്രോസർ മേജർ ആയിട്ടുള്ള അപ്ഗ്രേഡ് ആണെന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പ്രോസസർ മാത്രം നോക്കിയാണ് നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫോണിനേക്കാളും ബെറ്റർ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ OnePlusന്റെ 13 അല്ലെങ്കിൽ iQന്റെ 13 ഒക്കെയാണ്. വേറെ ഒന്നുമല്ല, ഈ ഫോണിന്റെ പകുതി വില വരുന്നുള്ളൂ. ഇതിന് 1,30,000 ഒക്കെ വരുമ്പോൾ അതിന് 55,000-60,000 രൂപയ്ക്ക് നമുക്ക് ആ ഫോൺ കിട്ടും. സെയിം പ്രോസസറും സെയിം പെർഫോമൻസും വരുന്ന ഫോൺ നമുക്ക് ഏകദേശം പകുതി വിലയ്ക്ക് അവിടെ കിട്ടും. ഇനി ഫോണിന്റെ ക്യാമറ നോക്കാനാണെന്നുണ്ടെങ്കിൽ S24 അൾട്രയ്ക്കകത്ത് നമുക്ക് 200 MP മെയിൻ സെൻസർ വന്നിരുന്നത്. പിന്നെ ഒരു 10 MP 3x ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 50 MP ഒരു 5x ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നു. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നിരുന്നത് 12 MP ആയിരുന്നു. ഇനി S25 അൾട്ര നോക്കാനാണെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള ഏക മാറ്റമുള്ളത് ഈ 12 MP എന്നുള്ള ക്യാമറ മാറിയിട്ട് അവിടെ 50 MP ആക്കിയിട്ടുണ്ട്. ആ ഒരു മാറ്റം അല്ലാതെ ക്യാമറയിൽ യാതൊരു മാറ്റവും ഇല്ല. മെയിൻ സെൻസറിലോ ടെലിഫോട്ടോ ലെൻസിലോ യാതൊരു മാറ്റവും ഇല്ല. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാർ 90% പേര് ഈ ഫോൺ എടുത്തിരിക്കുന്നത് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക, അതായത് ചന്ദ്രന്റെ ഫോട്ടോയും സൂര്യന്റെ ഫോട്ടോ ഒക്കെ സൂം ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പരിചയമുള്ള ആൾക്കാർ എടുത്തിരിക്കുന്നവർ മുഴുവനും ക്യാമറ കണ്ടിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ സൂം ചെയ്തിട്ടൊക്കെ ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് നിങ്ങൾ S25 അൾട്ര എടുക്കാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30,000 40,000 കൂടുതൽ കൊടുത്തിട്ട് S25 അൾട്ര എടുക്കുന്നതിൽ നല്ലത് തലേ വർഷത്തെ, അതായത് S24 അൾട്ര എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ നമുക്കൊരു 80,000-85,000 രൂപയ്ക്കൊക്കെ ആ ഫോൺ വാങ്ങാൻ കിട്ടും. ആ ഒരു പ്രൈസിലൊക്കെ ആ ഫോൺ നല്ല കിടിലൻ ഡീലാണെന്ന് പറയാം. കഴിഞ്ഞ വർഷം S24 അൾട്ര ഇറങ്ങിയപ്പോൾ സാംസങ് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ രീതിയിൽ ഫോണിനകത്ത് നല്ല കിടിലനായിട്ട് AI ഫീച്ചേഴ്സ് കൊണ്ടുവരാന്നുള്ളത് ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു. വേറൊന്നുമല്ല, സാംസങ് കാണിക്കാനായിട്ട് ഒരു കോപ്പി അടിച്ചിട്ടാണ് കഴിഞ്ഞ വർഷം എല്ലാ ഫോൺ കമ്പനികളും AI ഫീച്ചേഴ്സ് ഫോണിനകത്ത് കൊണ്ടുവന്നത്. അങ്ങനെ നോക്കുമ്പോൾ S25 വരുമ്പോഴത്തേക്ക് എന്തൊക്കെ AI ഫീച്ചേഴ്സ് ഉള്ളതെന്ന് നോക്കാം. ഫോട്ടോ അസിസ്റ്റ് ഉണ്ട്, സർക്കിൾ ടു സെർച്ച് ഉണ്ട്, ഡ്രോയിങ് അസിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ഇറേസർ ഉണ്ട്. ഈ ഓഡിയോ ഇറേസർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം നോയ്സും കാര്യങ്ങളുള്ള സ്ഥലത്താണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ ഇറേസർ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഗൂഗിളിന്റെ പിക്സൽ ഫോണിനകത്താണ്. നമുക്കിപ്പോൾ ആ ഫീച്ചേഴ്സ് ഇതിനകത്തും കിട്ടുന്നുണ്ട്. പിന്നെ നൗ ബ്രീഫ് എന്ന് പറഞ്ഞ അസിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഹെൽത്ത് അസിസ്റ്റ് വരുന്നുണ്ട്, ആസ്ക് ജെമിനി എന്ന് പറഞ്ഞ പുതിയൊരു അസിസ്റ്റ് ഫോണിനകത്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് പഴയ ബിക്സ്ബി അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ AI ഫീച്ചേഴ്സ് മാത്രമാണ്. പക്ഷേ എനിക്ക് അപ്പോഴും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് AI ഫീച്ചേഴ്സിന് വേണ്ടി മാത്രമാണ്. അതായത് ഫോണിന്റെ ക്യാമറയോ ഫോണിന്റെ പ്രോസസറോ ഫോണിന്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇതിനകത്ത് AI ഫീച്ചേഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഫോൺ വാങ്ങുന്നത് മണ്ടത്തരാണ്. വേറെ ഒന്നുമല്ല, അടുത്തൊരു അപ്ഡേറ്റിൽ നമുക്ക് ഈ S24 അൾട്രയ്ക്കകത്തും ഈ പറയുന്ന എല്ലാ AI ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ AI ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. ഇനി അതും പോട്ടെ, ഈ പറയുന്ന എല്ലാ AI ഫീച്ചേഴ്സും നമുക്ക് സാംസങ്ങിന്റെ ഫോണിനകത്ത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ വർഷം, അതായത് 2025 ഡിസംബർ വരെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ 2025 ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ സാംസങ്ങിന്റെ ഏത് ഫോണിലായിക്കോട്ടെ നിങ്ങൾ AI ഫീച്ചേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. അത് സാംസങ്ങിൽ മാത്രമല്ല, ഐഫോണിനകത്തും സെയിം ആണ്. AI ഫീച്ചേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമൊക്കെ യൂസ് ചെയ്യുന്ന പോലെ 200 രൂപയ്ക്കോ 150 രൂപയ്ക്കോ ഒന്നും കിട്ടൂല. അത്യാവശ്യം നല്ല പേയ്മെന്റ് തന്നെ കൊടുക്കേണ്ടി വരും. എനിക്ക് മനസ്സിലാത്ത ആരും വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ നിങ്ങൾ സാംസങ്ങിന്റെ S24 അൾട്ര S25 അൾട്ര ഏതെങ്കിലും വാങ്ങി, ഇതിനകത്ത് നമ്മൾ മാക്സിമം AI ഫീച്ചേഴ്സ് എന്തൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്? ഒരു നോർമലായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾ യൂസ് ചെയ്യാൻ പോകുന്ന മാക്സിമം ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാനുള്ള സംഭവം നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരു കൂടുതൽ ആൾക്കാർ ഇനിമോൽ യൂസ് ചെയ്യാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, അതായത് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത്തരം എമൗണ്ട് ഒക്കെ മുടക്കി ഫോൺ മേടിക്കുന്ന മിക്കവരും വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും, അതായത് വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉള്ള സൗണ്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ യൂസ് ചെയ്യുമായിരിക്കും. വേറെ എന്താണ് പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇപ്പം സാംസങ്ങിൽ S24 അൾട്രയ്ക്കകത്തുള്ള ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ എടുത്ത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു തുമ്പിനെ വരച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടം വരച്ച് കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത് കാണിക്കുന്നത് അത് ഓക്കെ, അതൊക്കെ ഒരു പരിധി വരെ നമ്മൾ യൂസ് ചെയ്യും.
വേറെ അങ്ങനെ വലിയ എന്ത് കാര്യം നമ്മൾ AI ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവർ എനിക്ക് തോന്നുന്ന ഒരു 90% AI ഫീച്ചേഴ്സും ഗിമിക്കായിട്ടാണ് തോന്നുന്നത്. അതായത് നമ്മൾ എൻ്റെ ഫോണിൽ അതുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ടൊരു സംഭവമായിട്ട് AI ഫീച്ചേഴ്സ് മാറുന്നുണ്ട്. ശരിയാണ്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് AI ആണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഫോണിനകത്ത് വരുന്ന AI ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് കുത്തി നിറച്ച് അതൊരു വലിയ പബ്ലിസിറ്റി ആയിട്ട് കൊടുത്തിട്ട് ആ AI ഫീച്ചേഴ്സിന് വേണ്ടി മാത്രം ഒരു ഫോൺ വിൽക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എത്ര സാധാരണക്കാരായുള്ള ആൾക്കാർക്ക് എത്രമാത്രം ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പേയ്മെന്റും കൊടുത്തിട്ട് നിങ്ങൾ എത്ര പേര് AI ഫീച്ചേഴ്സ് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾ AI ഫീച്ചേഴ്സ് പൈസ കൊടുത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്ത് തരും. വേറെ ഒന്നുമല്ല, എത്ര പേര് അങ്ങനെ പൈസ കൊടുത്ത് യൂസ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ അറിയാലോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വേറെ ഒന്നുമല്ല, S24 Ultra യൂസ് ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് S Pen ആയിരിക്കും. ശരിയാണ്, ഇതിനകത്ത് S24 Ultra'ക്കകത്ത് S Pen ഉണ്ട്. പക്ഷേ ഈ S Pen'നകത്തുള്ള ഏറ്റവും ഒരു ഹാൻഡി ആയിട്ടുള്ള ഫീച്ചറാണ് നമുക്ക് ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാന്നുള്ളത്. അതായത് നമുക്കിപ്പോൾ ഒരു സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമുക്ക് നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഈ ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള S Pen വെച്ചിട്ട് നമുക്ക് സെൽഫി എടുക്കാമായിരുന്നു. അതുമാത്രമല്ല, പല രീതിയിൽ നമുക്ക് ഫോൺ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു സംഭവം എടുത്തു കളഞ്ഞ്. വേറെ ഒന്നുമല്ല, S24 Ultra'ക്കകത്ത് നമുക്ക് S Pen തരുന്നുണ്ട്, പക്ഷെ അത് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തൊക്കെയാണ് സാംസങ് കാണിക്കുന്നത്? ഏറ്റവും ഹാൻഡി ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ചുമ്മാ അതും അപ്ഗ്രേഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫോണിനകത്ത് ആ സംഭവം എടുത്ത് കളയുവാണ്. അതുകൊണ്ട് സാംസങ്ങിന് എന്ത് മെച്ചാ കിട്ടാൻ പോണ? അപ്പോൾ ചുരുക്കി പറഞ്ഞ S24 Ultra'യും S25 Ultra ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മേജറായിട്ടൊരു മാറ്റം എനിക്ക് തോന്നിയത് പ്രോസസ്സറാണ്. പക്ഷേ S24 Ultra'ക്കകത്ത് പ്രോസസ്സർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പം നമുക്കൊരു മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റിയ എന്ത് കാര്യവും അതിനകത്തും ചെയ്യാം. അതായത് ഗെയിമിംഗ് ആയിക്കോട്ടെ, മൾട്ടി ടാസ്കിങ് ആയിക്കോട്ടെ, എന്ത് സംഭവം ഇപ്പോൾ ഒരു ഹൈ എൻഡ് ഫോണായിട്ടുള്ള ഏത് ഫോണിലും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും S24 Ultra'ക്കകത്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മേജറായിട്ടുള്ള വലിയ അപ്ഗ്രേഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത S24 Ultra മേടിക്കുന്നതിലും നല്ലത് S24 Ultra മേടിക്കുന്നതാണ്. ഒരു 10, 30,000, 40,000 രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് പൈസ ഒരു പ്രശ്നമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.